ഗൈസ്, ഞാനും മാളും നന്ദു ഈ രാത്രി എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ? നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചാട്ടോ. രാത്രി സമയത്ത് വൈബിന് പോകാൻ പറ്റിയ നല്ലൊരിതാണ് നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ച്. ഞങ്ങൾ എങ്ങനെ തേരാപര നടന്നു പോകുമ്പോൾ അതാ ദൂരത്തുനിന്ന് ഭയങ്കര വാർപ്പും വിളിയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. സംഭവം യന്ത്രൂഞ്ഞാലാണ്. നോക്കിയില്ല, നേരെ വിട്ടു അങ്ങോട്ട്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. തിരക്കിനാണെങ്കിൽ ഒട്ടും കുറവുമില്ല. ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഉള്ളിലൊരു സൈക്കോ ഇരിക്കുന്നുണ്ടാവില്ലേ? എന്താ അറിയോ, നമ്മൾ മിക്കവർക്കും ജനുവിൽ കയറാൻ പേടിയാണ്. എന്നിരുന്നാലും നമ്മൾ ഓടിക്കയറും. എന്തിനാ? മനസ്സറിഞ്ഞ് പേടിച്ച് വരച്ച് ആർപ്പുവിളിയും കൂട്ടാൻ കിട്ടുന്ന അവസരമാണിത്. അതാരെങ്കിലും ഒഴിവാക്കുമല്ലേ? ഞാനും ആളും മാത്രം കേട്ടോ കയറിയിട്ടുള്ളത്. നന്ദുവാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ മിക്ക ദിവസം ഇവിടെ ബീച്ചിൽ വരാറുണ്ട് നൈറ്റ് ആകുമ്പോൾ. എനിക്ക് ഡേ ടൈമിൽ വരുന്നതിനെ കൂടുതൽ ഇഷ്ടം നൈറ്റിൽ വരാനാട്ടോ. നൈറ്റിലെ ആ വ്യൂ, ആ ലൈറ്റ്സ്, ആ ഒരു ആംബിയൻസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രത്യേകത അനുഭവം കേട്ടോ. അതറിയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് അനുഭവിച്ചേ മതിയാവും. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സറിഞ്ഞ് ആർപ്പും വിളിയും കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഒരാളിൽ നിന്ന് 100 രൂപയായിട്ട് അവർ മേടിക്കുന്നത്. വേറെ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ പിന്നെ ജനുവരിൽ മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ കോഴിക്കോട് ബീച്ചിന് രാത്രി ഉറക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കാഴ്ചകളും കണ്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടില്ല തിരക്ക്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ടാകും. എന്നാലും തിരക്കിന് ഒരു കുറവുമില്ല. കുതിരയ്ക്ക് കുതിരസവാരിക്ക് ഒരാൾക്ക് 100 രൂപ. കുതിര ശരിക്കും ഭയങ്കര ടയേർഡാട്ടോ. ഒരാളെ ചുമന്ന് പോകാനുള്ള ഒരു ശേഷിയൊന്നും എനിക്കപ്പോൾ കണ്ടപ്പോൾ തോന്നിയില്ല. ഞങ്ങൾ പിന്നെ നേരെ നടന്നു. കുറേ കടകളുണ്ട്. അതിലൊരു കടയിൽ കയറി. അവിടെ നിന്ന് സർബത്ത്, ഉപ്പിലിട്ടത്, ഐസുരുതി, അങ്ങനത്തെ ഓരോന്ന് വാങ്ങി കഴിച്ചു. നടക്കുമ്പോഴാണ് ഇവനെ കാണുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ അവൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ നല്ല ഭംഗിയുണ്ട്. മാളോ എന്താ വേണ്ടേ? ഞങ്ങൾ പിന്നെ നേരെ പോയത് കാടമുട്ട കഴിക്കാനാട്ടോ. കോഴിക്കോട് ബീച്ചിൽ വരുവാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് ഗൈസ് ഇത്. മസാലയാണ് ഇതിന്റെ ഹൈലൈറ്റ്. പൈസ ഞാൻ കൊടുക്കൂലേ? തിരിച്ചെടുക്കോ? അങ്ങനെ കാടമുട്ടയും കഴിച്ച് വീണ്ടും നടക്കാട്ടോ. അപ്പോഴാണ് ഒരാൾക്കൂട്ടം കാണുന്നത്. നേരെ പോയി നോക്കി അവിടെ. അപ്പോ കണ്ട കാഴ്ചന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ഒരാളെ കിടക്കുന്നു. എന്താ കാര്യം ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. എല്ലാരും അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് വെയിറ്റിംഗ് ആണ്. ഇവർ എണീക്കാനായിരിക്കും മിക്കവാറും. പിന്നീട് അവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് മെന്റലിസ്റ്റ് ആണ് സംഭവം.
ഈ ബ്ലൂ ടീഷർട്ട് ഇട്ടിരിക്കുന്ന കുട്ടിയാണ് അടുത്തതായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. കാര്യം നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല ബഹളമായിരുന്നു. അത്രയും ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഡൗട്ട് ഈ കിടക്കുന്ന ആൾക്ക് ബോധം ഉണ്ടോ എന്നുള്ളായിരുന്നു. അപ്പൊ മെന്റലിസ്റ്റ് പറഞ്ഞത് ഇവർക്ക് നല്ല ബോധമുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നുമുണ്ട്, പക്ഷെ അവരുടെ മനസ്സ് അവരെ എണീക്കാനേ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ കേട്ടപ്പോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നെന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും, കൂടെ ഞങ്ങളും. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ആ മെന്റലിസം കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. കാഴ്ചകൾ അവസാനിക്കുന്നില്ല, ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനിരിക്കുന്നു. അപ്പോൾ പുതിയ വിശേഷവുമായി വീണ്ടും വരുന്നവരേക്കും ബായ്.